ഈശോയിൽ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. സമാധാന രാജാവായ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം കൊണ്ടുവരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ലോകത്തിൽ യേശുവിൻ്റെ ജനന സമാധാനത്തിൻ്റേതാണെങ്കിൽ മറുവശത്ത് ഒരുപാട് തീവ്രവാദങ്ങളുടെ ചരിത്രമുണ്ട്. അങ്ങനെയുള്ള തീവ്രവാദ ചരിത്രങ്ങളുടെ ഇരയായിരുന്നു ക്രിസ്തു. യഹൂദ മതത്തിൻ്റെ തീവ്രവാദങ്ങളുടെ ഇരയായിരുന്നു ക്രിസ്തു. ലോകത്തിൽ തീവ്രവാദം ആരംഭിച്ചിട്ടുള്ള എല്ലാവരുടെയും അവസ്ഥ നമ്മളിന്ന് കാണുന്നുണ്ട്. പല മതങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ തീവ്രവാദം തുടങ്ങിയിട്ടുണ്ട്. ആ തീവ്രവാദങ്ങളെല്ലാം ചെന്നെത്തിയിട്ടുള്ളത് എവിടെയാണെന്ന് യുദ്ധത്തിലും കലാപങ്ങളിലും അവരുടെ ജനങ്ങളുടെ നാശത്തിലുമൊക്കെയാണ് ചെന്നെത്തിയിട്ടുള്ളത്. നമ്മളിന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങളോ മത തീവ്രവാദങ്ങളോ ഏതുമാകട്ടെ ചെന്നെത്തിക്കുന്നത് അവസാനം അങ്ങേയറ്റം ദയനീയമായ ഒരുപാട് പേരുടെ ജീവനും സ്വത്തും ജീവൻ്റെ എല്ലാ ആധാരവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് ചെന്നെത്തിപ്പെടുന്നത്. സീറോ മലബാർ സഭയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ ഒരു തീവ്രവാദത്തിലാണ്. കൽതായ ചിന്തകളുടെ ഒരു തീവ്രവാദം കൊണ്ട് സഭ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി വക്താക്കളാകാൻ കുറേ ആളുകൾ, അതിന് എതിരായി നിൽക്കുന്നവരെ കൊല ചെയ്യണമെന്ന് ആക്രോശിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അധികാരി വർഗം. കഴിഞ്ഞ ഇടങ്ങളിൽ ജെഫ് എന്ന് പറയുന്ന ഒരു കൊച്ചച്ഛനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റും അദ്ദേഹത്തെ അനാവശ്യമായി ചീത്ത പറഞ്ഞ് കേട്ടാൽ അറയ്ക്കാവുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരെ ഒരു തീവ്രവാദികളുടെ ഒരു മുഖമാണ് സൈബർ തീവ്രവാദികൾ. അങ്ങനെയുള്ള സൈബർ തീവ്രവാദികളെ കാണുകയുണ്ടായി. വാസ്തവത്തിൽ അവർ വളരുന്നത് സഭയുടെ നേതൃത്വത്തിൻ്റെയും കൂടി ഒത്താശയോടുകൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏതൊരു നടപടിയെടുക്കുമ്പോഴും നടപടിയെടുക്കുന്ന വ്യക്തിയുടെ വ്യക്തിത്വവും മറ്റുമെല്ലാം ബഹുമാനിക്കപ്പെടേണ്ടതാണ്. അവൻ ചിലപ്പോൾ ഒരു പക്ഷേ എതിരായിട്ടുള്ള കാര്യങ്ങൾ അവനെ കേൾക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാകണം, മറ്റെല്ലാം ഉണ്ടാകും. അതൊന്നുമില്ലാതെ അധികാരി പറഞ്ഞു അനുസരിച്ചുകൊള്ളണം, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കും എന്ന് പറയുന്നതിന് അങ്ങനെ പറയാനുള്ള തീവ്രവാദികളുടെ ഒരു ശ്രമം ഇന്ന് സഭയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ. ഇത് സഭയെ ഒരിക്കലും നന്മയിലെത്തിക്കില്ല. തീവ്രവാദം തുടങ്ങിയിടത്തൊക്കെ സഭ നശിച്ചിട്ടുണ്ട്. സഭ മാത്രമല്ല, ഏതു പ്രസ്ഥാനവും നശിച്ചിട്ടുണ്ട്. നമുക്ക് തീവ്രവാദമില്ലാത്ത ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ശാന്തിയും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു സഭയാണ് രൂപപ്പെടേണ്ടത്. അതിന് മെത്രാന്മാർ തയ്യാറായില്ലെങ്കിൽ അവരെ ഇവരെടുക്കുന്ന ഈ തീവ്രവാദം തന്നെ അവരെ നശിപ്പിക്കും. അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. ജനം അവരെ തള്ളിപ്പറയും. അതുകൊണ്ട് ഒരു വിചാരത്തിന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സിനഡിലെ മെത്രാന്മാരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ നടപടികൾക്കെതിരായിട്ടും തെറ്റുകൾക്കെതിരായിട്ടും ഭൂമി കുംഭകോണത്തിനെതിരായിട്ടും ബലാത്സംഗം ചെയ്തവന്മാർക്കെതിരായിട്ടും ഒക്കെ സംസാരിക്കുന്നവർക്കെതിരെ നടപടിയല്ല എടുക്കേണ്ടത്, തിരുത്തലുകളാണ് വേണ്ടത്. സ്വയം തിരുത്താനായിട്ട് തയ്യാറാവുക. അല്ലാതെ നടപടിയെടുക്കുന്ന തീവ്രവാദം, അധികാര പ്രമത്തതയുടെ തീവ്രവാദം അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ചിന്ത കൊണ്ടുപോയില്ലെങ്കിൽ സഭ നശിക്കും, നിങ്ങൾ നശിക്കും. എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.